പറഞ്ഞ പോലെ നാളെ അല്ലേടാ നിങ്ങൾ ട്രിപ്പ് പോണേ? എപ്പോഴാടാ പോണേ? ആടാ നാളെ ട്രിപ്പ് പോണേ. നാളെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോകുന്ന പ്രിൻസിപ്പാൾ പറഞ്ഞു. അല്ല, ട്രിപ്പിന് നീ വരുന്നില്ലേ? ട്രിപ്പിൽ ബുക്കിൻ്റെ നിൻ്റെ പേര് കണ്ടില്ലല്ലോ. നീ എന്തൊരു ചെറുക്കനടാ, ഇന്ന് വരെയുള്ള ഒരു ട്രിപ്പിലും നീ വന്നിട്ടില്ല. ഇത് ലാസ്റ്റത്തെ ഇയറല്ലേടാ. ഈ ഇയറിലെങ്കിലും നീ ട്രിപ്പിന് വാടാ. ഇതൊക്കെ മറക്കാനാവാത്തൊരു ഓർമ്മകളല്ലേടാ നമുക്ക് ജീവിതത്തിൽ. ഒരിക്കലും നമ്മൾ മറക്കത്തില്ല ഈ അനുഭവങ്ങളൊക്കെ. നീ എന്തരടാ, നീ വാ. ഇനി നിനക്ക് കാശിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ കാശ് ഞാൻ തരാം, നീ എനിക്ക് പിന്നെ തന്നാൽ മതി. ഇല്ലടാ, ഞാൻ ട്രിപ്പിന് വരുന്നില്ല, നീ പോയിട്ട് വാ. പിന്നെ നീ എനിക്ക് പൈസ തന്നാൽ ഞാനത് നിനക്ക് തിരിച്ചു തരണം. പിന്നെ അതൊരു ബാധ്യതയാവും. നീ പൊയ്ക്കോ, നീ പോയിട്ട് വാ. നീ പോയി ജോലിയായിട്ട് വാ. സീരിയസ് ആയിട്ട് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? മറ്റേതെന്ന് പറഞ്ഞാൽ നീയാണ് ട്രിപ്പിലൊക്കെ വരുമ്പോൾ മുൻകൈ എടുക്കുന്നത്. നമുക്ക് താല്പര്യമില്ലെങ്കിലും ഫുഡ് കഴിക്കാനായാലും എവിടെ പോകാനായാലും നീയാണ് മുൻകൈ എടുക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിലും നീ ഒഴിഞ്ഞു മാറുന്നത് പോലെ, നിനക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നിനക്ക് വല്ലതും പ്രശ്നമുണ്ടോടാ? സീരിയസ് ആയിട്ട് പറ, നമുക്കതിൽ സൊല്യൂഷൻ കാണാം. നിൻ്റെ പ്രശ്നം എന്താണ്? നീ പറ. ഇല്ലടാ ആരോമലെ, എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല, ഞാനത് കാണിച്ചു തരാം. നീ വാ. സച്ചിൻ മതിയടാ, കുറേ ആയി നടക്കാൻ തുടങ്ങിയിട്ട്, ക്ഷീണിച്ച്. ഇനി നടക്കണ്ട ആരോമലെ, നമ്മൾ എത്തിക്കഴിഞ്ഞു. ദോ ഇല്ല നിൽക്കുന്ന ആളെ കണ്ടോ? ആ പോച്ച ചെത്തുന്ന ആള് എൻ്റെ അപ്പനാടാ. അച്ഛൻ, ആ പോച്ച ചെത്തുന്നതാണോ നിൻ്റെ അച്ഛൻ? ആ കാട് വെട്ടി തെളിക്കുന്നതാണ് എൻ്റെ അച്ഛൻ. ജീവിതത്തിൽ ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചു. അതിലൊന്നാണ് എൻ്റെ അച്ഛൻ എന്ന പാഠം. അതായത് ഞാൻ ജനിച്ച് 3-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛന് സർക്കാർ ജോലി കിട്ടി. അപ്പോൾ അന്ന് തൊട്ട് എന്നെയും എൻ്റെ അമ്മയ്ക്കും ഒന്നും വരുത്താതെയാണ് എൻ്റെ അച്ഛൻ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ സർക്കാർ ജോലി എന്നുള്ള ഒരു പവർ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. വേണ്ടുന്നതെല്ലാം വാങ്ങുകയും കടയിൽ പോവുകയും എല്ലാ ട്രിപ്പിന് പോവുകയും, നിനക്കറിയാലോ, ട്രിപ്പിന് പോവുകയും എല്ലാം ഞാൻ ചെയ്തിരുന്നു. ഈ ഇടക്കാലത്താണ് അച്ഛനെ ഇങ്ങനൊരു ഇതിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചങ്ങ് വിങ്ങിപ്പോയി. അപ്പം ആ മനുഷ്യൻ സർക്കാർ ജോലി ആ മനുഷ്യൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് നേടിയെടുത്തു. ആ മനുഷ്യൻ്റെ ആ സർക്കാർ ജോലി എന്ന സ്വപ്നം പോയപ്പം എൻ്റെ അച്ഛൻ നമ്മളെ അടുത്ത് പറഞ്ഞില്ല സർക്കാർ ജോലി പോയെന്ന്. പിന്നെയാണ് ഈ പണിക്കിറങ്ങിയത്. ഞാൻ തിരക്കിയപ്പം കുറേ വർഷം കൊണ്ട് അച്ഛൻ ഈ ജോലിയാണ് ചെയ്യുന്നത്. ഈ ജോലിയോട് എനിക്ക് പുച്ഛമൊന്നുമല്ല, പക്ഷേ അച്ഛൻ ഇതൊരിട്ടും നമ്മളടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല, അച്ഛാ ഈ പണിക്ക് എന്താണെന്ന്. അന്ന് കണ്ടപ്പോൾ എനിക്ക് പോയി ചോദിക്കണമെന്നുണ്ടായിരുന്നു, അച്ഛാ എന്തെന്ന്. അപ്പം ഞാൻ ചോദിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അച്ഛനെ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്നതിനാണ്. ആ മനുഷ്യരെന്ന് പറഞ്ഞാൽ 2 വിധമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നത്, മറ്റേതെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെയാണ് എൻ്റെ അച്ഛൻ. അച്ഛനെന്ന് പറഞ്ഞ ഒരു പാഠം ഞാൻ ഇനി ജീവിതത്തിൽ മറക്കത്തില്ല. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ജോലിക്ക് പോകുന്നു. എൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അമ്മയ്ക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ അമ്മ അപ്പം വീണു പോകും. അച്ഛൻ്റെ ആ ഒരു ചെറിയ ലോകം അച്ഛൻ ഇങ്ങനെ പടികെട്ടിക്കൊണ്ട് പോട്ടെ, ഞാനും ഈ ലോകം പടികെട്ടിക്കൊണ്ട് പോകും. ഇതാണെടാ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിച്ച് കളയുന്നത്, ചെറിയ ചെറിയ ദുഃഖങ്ങളും അറിയണം. ഈ ഇടക്കാലത്താണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് അച്ഛാന്ന് വിളിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വിളിച്ചില്ല. അച്ഛൻ്റെ ആ ഒരു സന്തോഷം ഇല്ലാതാക്കേണ്ടതായിരുന്നു എൻ്റെ ഒരു ആവശ്യം. അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കല്ലേ. അത് നീയൂടെ മനസ്സിലാക്കണം. അത് ഇനി വരുന്ന തലമുറകളോട് മനസ്സിലാക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും അടിക്കണം. ബൈ ബൈ.